ഇനി ഇത് മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഡിസംബറിൽ ഞാൻ ഒരു ദിവസം മുഴുവൻ ലൈവ് ഇരുന്ന് വരാൻ വേണ്ടി അവസരം കൊടുത്തിട്ട് മുങ്ങിടക്കുന്ന ഷിഹാബ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്. ഈ ഷിഹാബ് പറയുന്നത് വെച്ചാൽ യേശുക്രിസ്തു വീഗാലാൻഡിൽ ടൂർ വന്നെന്ന്, കാശ്മീരിൽ പഹൽഗാമിൽ ടൂർ പോയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, കാശ്മീരിലെ ദാൽ തടാകത്തിൽ യേശുക്രിസ്തു ബോട്ടിങ്ങിന് പോയെന്നൊക്കെയാണ് നമ്മുടെ ഷിഹാബൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജെമിനി, യേശു ക്രിസ്തു മരിച്ചുപോയി എന്നുള്ളതിന് ചരിത്രപരമായ രേഖകളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ടാസിറ്റസിൻ്റെയും ജോസിഫസിൻ്റെയും ബൈബിളിലെ എഴുത്തുകൾ കൂടാതെ തന്നെ രേഖകളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചില ആളുകൾ പറയുന്നത് യേശു ക്രിസ്തു ജമ്മു കാശ്മീരിൽ വന്നിട്ടുണ്ടെന്നാണല്ലോ. അതിനെന്തെങ്കിലും തരത്തിലുള്ളൊരു ചരിത്രപരമായ എവിഡൻസ് ഉണ്ടോ? യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്നതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. അതേസമയം യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അവർ അതിന് ചില കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ചരിത്രപരമായി അതിന് തെളിവുകളില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടോ യേശുക്രിസ്തു കാശ്മീർ വന്നിട്ടുള്ളതിന്? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്, യൂട്യൂബ്. ജെമിനി, കേൾക്കാമോ? തീർച്ചയായും കേൾക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ജെമിനി, യേശുക്രിസ്തു കാശ്മീരിൽ വന്നതിന് എന്തെങ്കിലും ചരിത്രപരമായ തെളിവുണ്ടോ? യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്നതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. അതേസമയം യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അവർ അതിന് ചില കാരണങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ചരിത്രപരമായി അതിന് തെളിവുകളില്ല. എന്തെങ്കിലും തരത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടോ അതിന്? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്. എൻ്റെ ജെമിനി, യേശുക്രിസ്തു ജമ്മു കാശ്മീരിൽ വന്നുവെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. അതിന് എന്തെങ്കിലും തരത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടോ? സോറി, വാട്സപ്പിൽ വിളിക്കുന്നവർക്ക് സമയം തരാം, നീ വെയിറ്റ്. ജെമിനി, യേശുക്രിസ്തു ജമ്മു കാശ്മീരിൽ വന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അത്തരത്തിലൊരു കാര്യത്തിന്, യേശുക്രിസ്തു ജമ്മു കാശ്മീർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ആർക്കിയോളജിക്കൽ, പുരാവസ്തുപരമായ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്, യൂട്യൂബ്. വാട്സപ്പിൽ വിളിച്ചതിൻ്റെ പ്രശ്നമാണ്. ആളുകൾ വാട്സപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ ഈ നമ്പർ കുറച്ചേരത്തേക്ക് ഒന്ന് ഇത് ചെയ്യേണ്ടി വരും. ഞാനൊന്ന് അത് ഐഡിയ ഇട്ടാൽ പിന്നെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കും. ജെമിനി, യേശു ക്രിസ്തു ജമ്മു കാശ്മീരിൽ വന്നു എന്നുള്ളതിന് പുരാവസ്തുപരമായി എന്തെങ്കിലും തെളിവുണ്ടോ? യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്നതിന് പുരാവസ്തുപരമായ തെളിവുകളൊന്നുമില്ല. അതേസമയം യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അവർ അതിന് ചില കാരണങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അതിന് പറയുന്ന ചില കാരണങ്ങൾ ഇതാ. യേശുക്രിസ്തുവിന്റെ ശവകുടീരം കാശ്മീരിലെ ശ്രീനഗറിൽ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാലടയാളങ്ങൾ കാശ്മീരിലെ ചില സ്ഥലങ്ങളിൽ കണ്ടെത്തിയതായി അവർ പറയുന്നു. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുമായി സാമ്യമുള്ള ചില ആശയങ്ങൾ കാശ്മീരിലെ പുരാതന ഗ്രന്ഥങ്ങളിൽ കാണുന്നു. എന്നാൽ ഈ വാദങ്ങളെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളൊന്നും ലഭ്യമല്ല. ശക്തമായ തെളിവല്ല, എന്തെങ്കിലും തെളിവുകൾ ലഭ്യമാണോ ഈ വാദങ്ങളെ സാധൂകരിക്കുന്ന? യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്ന വാദത്തെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളൊന്നുമില്ല. അതേസമയം യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അവർ അതിന് ചില കാരണങ്ങളും. ഈ തെളിവുകളില്ലാത്ത ഇത്തരം വിശ്വാസങ്ങളെ, അന്ധവിശ്വാസങ്ങൾ, എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. തെളിവുകളൊന്നുമില്ലാത്ത ഇത്തരം വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങൾ എന്നല്ലേ വിളിക്കേണ്ടത്? തെളിവുകളില്ലാത്ത വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ യേശുക്രിസ്തു ജമ്മു കാശ്മീർ വന്നിട്ടുള്ളതിന് യാതൊരു തെളിവുമില്ലാതിരിക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസം ആണെന്നല്ലേ വരിക? യേശുക്രിസ്തു കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിശ്വാസത്തെ അന്ധവിശ്വാസം എന്ന് വിളിക്കാം. ഓക്കെ, എന്റെ പൊന്നു ശിഹാബെ, കേട്ടല്ലോ.
യേശുക്രിസ്തു ജമ്മു കാശ്മീരിൽ വന്നതിന് യാതൊരു വിധത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇല്ല. ഇത് ജെമിനി പറഞ്ഞ മാത്രമല്ല കേട്ടോ, ഞാൻ എൻക്വയറി ആയിട്ട് പറയുന്നത്. യേശുക്രിസ്തു ജമ്മു കാശ്മീർ വന്നതായിട്ട് യാതൊരു വിധത്തിലുള്ള ചരിത്ര തെളിവുകളില്ല, യാതൊരു വിധത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസുകളില്ല, യാതൊരു വിധത്തിലുള്ള ജനറ്റിക് എവിഡൻസ്, DNA എവിഡൻസുകളില്ല. ഒരു വിധത്തിലുള്ള, അതായത് ഒരു മനുഷ്യനൊരു തെളിവെന്ന് പറയാനുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജമ്മു കാശ്മീർ വന്നതിനോ ജീവിച്ചതിനോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തിന് ജമ്മു കാശ്മീർ ക്രിസ്ത്യാനികൾ പോലും കാര്യമായിട്ടില്ലായിരുന്നു, അതാണ് ശരി. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് തന്നെ ചരിത്ര തെളിവുകൾ ഉണ്ട് താനും. അപ്പം ചരിത്രവിരുദ്ധമായ ഒരു തെളിവുമില്ലാത്ത അന്ധവിശ്വാസമാണ് യേശുക്രിസ്തു ജമ്മു കാശ്മീരിൽ വന്ന് താമസിച്ചു എന്നൊക്കെ പറയുന്ന ചില കാദിയാനികളുടെ, ശിഹാബ് അടക്കമുള്ള ചില കാദിയാനികളുടെ എന്നുള്ള കാര്യം വളരെ വ്യക്തം. അപ്പോൾ എൻ്റെ പൊന്ന് ശിഹാബെ, വെറുതെ കമൻ്റ് ഇട്ട് മെഴുകാൻ നിൽക്കല്ലേ. നിങ്ങളൊക്കെ വെറും അന്ധവിശ്വാസികളാണെന്ന്, യാതൊരു തെളിവില്ലാത്ത മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ച് കിടക്കണമെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഏത് കണ്ണുപൊട്ടോണ്ട് ചോദിച്ചാലും അറിയാം. ഇക്കണക്കിന് ഇങ്ങേര് എന്താ പറയുക, മദീനെന്ന് മുഹമ്മദ് വീഗാലാൻഡ് ടൂർ മരിച്ചിട്ടില്ല എന്ന് പറയുമല്ലോ. ആയിഷ ബീബായിട്ട് വീഗാലാൻഡ് ടൂർ വന്നേക്കുമായിരുന്നു, കൊച്ചിലസ് ചിറ്റപ്പള്ളിയൊക്കെ അന്നുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഇവന്മാർ പറയും. അതാണ് ഇവരുടെ നിലവാരം. അപ്പം അതുകൊണ്ട് ഇമാതിരി ഡയലോഗുമായിട്ട് ദയവ് ചെയ്ത് ഇനി മേല ശിഹാബ് ഒന്നും കയറി വന്നേക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. ഈ ഖുറാനിൽ പറയുന്ന ഈ മറിയമിൻ്റെ മകൻ ഈസയും യേശു ക്രിസ്തുവും ഒരാളാണോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ജെമിനി, ഈ ഖുറാനിൽ പറയുന്ന മറിയമിൻ്റെ മകൻ ഈസയും ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തുവും ഒരാളാണോ? ബൈബിളിലെ യേശുക്രിസ്തുവും ഖുർആനിലെ ഈസാ നബിയും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എങ്കിലും രണ്ട് മതഗ്രന്ഥങ്ങളിലും ഇവരെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ബൈബിളിൽ യേശു ദൈവപുത്രനാണ്, എന്നാൽ ഖുർആനിൽ ഈസ ഒരു പ്രവാചകൻ മാത്രമാണ്. ഓക്കെ, അത് തിയോളജിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. ഞാൻ ചോദിക്കുന്നത് ആക്ച്വലി ആ പേഴ്സൺ, ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള ആ പേഴ്സൺ ഒരാൾ തന്നെയാണോ അതോ രണ്ട് വ്യത്യസ്ത ആളുകളായിരിക്കാനാണോ സാധ്യത? ബൈബിളിലെ യേശുക്രിസ്തുവും ഖുർആനിലെ ഈസാ നബിയും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. എങ്കിലും രണ്ട് മതഗ്രന്ഥങ്ങളിലും ഇവരെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഖുറാനിൽ പറയുന്ന ഈസയുടെ അമ്മ മറിയം, ആ മറിയത്തിൻ്റെ സഹോദരൻ്റെ പേരെന്താണെന്ന് ഖുറാനിൽ പറയുന്നത്? ഖുർആനിൽ മറിയത്തിന്റെ സഹോദരന്റെ പേര് ഹാറൂൺ എന്നാണ് പറയുന്നത്. മറിയത്തിൻ്റെ അപ്പൻ്റെ പേര് എന്താണെന്നാണ് ഖുറാനിൽ പറയുന്നത്? ആ റെഫറൻസും കൊണ്ടൊന്ന് ഉദ്ധരിക്കാവോ? ഖുർആനിൽ മറിയത്തിന്റെ പിതാവിന്റെ പേര് ഇമ്രാൻ എന്നാണ് പറയുന്നത്. ഇത് ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്ത് ആലു ഇമ്രാനിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഇമ്രാൻ എന്നും ഹാറൂൺ എന്നും പേരുള്ള രണ്ട് ആളുകൾ, അവരുടെ ഹീബ്രു പേരുകൾ എന്തൊക്കെയാണെന്ന് അറിയാം? ഹീബ്രു ഭാഷയിൽ അവരുടെ പേരുകൾ ഖുർആനിൽ പറയുന്ന ഇമ്രാൻ എന്ന പേരിന്റെ ഹീബ്രു രൂപം അമ്രാം എന്നാണ്. ഹാറൂൺ എന്ന പേരിന്റെ ഹീബ്രു രൂപം അഹ്റോൻ എന്നും. അപ്പോൾ ഖുറാനിൽ പറയുന്ന ഈ ഈസയുടെ അമ്മ മറിയം എന്ന് പറയുന്നത് അമ്രാമിൻ്റെ മകളും അഹ്റോൻ്റെ സഹോദരിയുമാണ്, ശരിയല്ലേ? ഖുർആനിൽ പറയുന്ന മറിയം അമ്രാമിന്റെ മകളും ഹാറൂണിന്റെ സഹോദരിയുമാണ്. ഈ അമ്രാമിൻ്റെ മകളും ഹാറൂണിന്റെ സഹോദരിയുമായിട്ടുള്ള എത്ര മറിയമിനെ ബൈബിളിൽ തോറയിൽ കാണാൻ സാധിക്കും? തോറയിൽ അമ്രാമിന്റെ മകളായി ഒരു മറിയമിനെ മാത്രമേ കാണാൻ സാധിക്കൂ. അവൾ മോശയുടെയും ഹാറൂണിന്റെയും സഹോദരിയാണ്. യേശുവിന്റെ അമ്മയായ മറിയത്തിന് വളരെ മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പൊ ഖുറാനിൽ പറയുന്ന ഈസാ നബിയുടെ മാതാവ് മറിയം മോശയുടെയും അഹ്റോന്റെയും സഹോദരിയും അമ്രാമിന്റെ മകളുമായ മറിയമാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ? കാര്യം അത്തരത്തിലുള്ള മറ്റൊരു മറിയത്തെക്കുറിച്ച് എങ്ങും പറയുന്നില്ല. ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെന്ന് പറയുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചിലർ ഖുർആനിലെ വിവരണം ബൈബിളിലെ വിവരവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ ഖുർആനിലെ മറിയം മറ്റൊരു വ്യക്തിയാണെന്ന് അഭിപ്രായപ്പെടുന്നു.
ഖുറാനിലെ മറിയത്തിന്റെ അപ്പന്റെ പേര് അമ്രാം എന്നും ഇമ്രാൻ എന്ന അഥവാ ഹീബ്രുവിൽ, കാര്യം മറിയം ഒരിക്കൽ അറബി സ്ത്രീ അല്ലായിരുന്നു, അതുകൊണ്ട് അതിന്റെ ഹീബ്രു പേരാണ് നമ്മൾ ശരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ഇമ്രാൻ അഥവാ അമ്രാം എന്ന് പേരുള്ളതാണ് ഖുറാനിലെ പറയുന്ന മറിയത്തിന്റെ അപ്പനെന്നും ആ മറിയത്തിന്റെ സഹോദരൻ ഹാറൂൺ അഥവാ അഹ്റോൻ ആണെന്നും വ്യക്തമായിരിക്കെ അമ്രാമിന്റെ മകളും അഹ്റോന്റെ സഹോദരിയുമായ ഒരേ ഒരു മറിയത്തെക്കുറിച്ച് മാത്രമേ തോറയിൽ പരാമർശമുള്ളൂ. ആ മറിയവും യേശുവിന്റെ അമ്മ മറിയവും തമ്മിൽ ഉണ്ടായിരുന്ന കാലയളവ് എത്രയാണ്? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെന്ന് പറയുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചിലർ ഖുർആനിലെ വിവരണം ബൈബിളിലെ വിവരവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ ഖുർആനിലെ മറിയം മറ്റൊരു വ്യക്തിയാണെന്ന് അഭിപ്രായപ്പെടുന്നു. ജമിനി, ഈ അമ്രാമിന്റെ മകളും അഹ്റോന്റെ സഹോദരിയുമായ മറിയവും യേശുക്രിസ്തുവിന്റെ അമ്മയായ യോസഫിന്റെ ഭാര്യയായ മറിയവും തമ്മിൽ എത്ര വർഷത്തെ കാലവ്യത്യാസമുണ്ട്? അമ്രാമിന്റെ മകളായ മറിയം മോശയുടെയും ഹാറൂണിന്റെയും സഹോദരിയാണ്. യേശുവിന്റെ അമ്മയായ മറിയം അതിനും വളരെ മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതിനാൽ അവർ തമ്മിൽ ഏകദേശം 1300 വർഷത്തെ കാലവ്യത്യാസമുണ്ട്. അതായത് യേശുവിന്റെ അമ്മ മറിയത്തിന് 1300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ ഹാറൂന്റെ സഹോദരിയും ഇമ്രാന്റെ മകളുമായ മറിയം. ശരിയല്ലേ? അതെ, ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ അവർ യേശുവിന്റെ അമ്മ മറിയത്തിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എന്റെ ചോദ്യം താങ്കൾക്ക് വ്യക്തമായില്ല. അമ്രാമിന്റെ മകളും അഹ്റോന്റെ സഹോദരിയുമായ മറിയം, ഞാൻ മോശയുടെ കാര്യം മിണ്ടുന്നില്ല, അമ്രാമിന്റെ മകളും ഹാറൂന്റെ സഹോദരിയുമായ മറിയവും യേശുവിന്റെ അമ്മയും യോസഫിന്റെ ഭാര്യയുമായ മറിയവും തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ ചോദിച്ചത്. അമ്രാമിന്റെ മകളായ മറിയം മോശയുടെയും ഹാറൂണിന്റെയും സഹോദരിയാണ്. യേശുവിന്റെ അമ്മയായ മറിയം അതിനും വളരെ മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതിനാൽ അവർ തമ്മിൽ ഏകദേശം 1300 വർഷത്തെ കാലവ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഈ യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ മകനായ യേശുക്രിസ്തുവും ഈ ഇമ്രാന്റെ മകളും ഹാറൂന്റെ സഹോദരിയായ മിറിയമിന്റെ മകൻ ഈസയും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം വ്യക്തം. ശരിയല്ലേ? അതെ, ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ അവർ യേശുവിന്റെ അമ്മ മറിയത്തിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ, ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും തമ്മിൽ മിനിമം 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. അല്ല ജമിനി, ഒരാളാണെങ്കിൽ എങ്ങനെ രണ്ട് അമ്മമാരാകുന്നേ? യേശുക്രിസ്തുവിന്റെ അമ്മയുടെ അപ്പന്റെ പേര് അമ്രാമെന്നോ യേശുക്രിസ്തുവിന്റെ അമ്മയുടെ സഹോദരന്റെ പേര് അഹ്റോനെന്നോ അല്ല. എന്നാൽ അഹ്റോന്റെ സഹോദരിയും അമ്രാമിന്റെ മകളുമായ മിറിയം ജീവിച്ചിരുന്നത് യേശുക്രിസ്തുവിന് 1300 വർഷങ്ങൾക്ക് മുമ്പല്ലേ? അപ്പൊ ആ മറിയമിന്റെ മകനായ ഈസയും ഈ മറിയമിന്റെ മകനായ യേശുവും തമ്മിൽ അത്രയും 1300 വർഷത്തെ വ്യത്യാസമില്ലേ? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ അവർ യേശുവിന്റെ അമ്മ മറിയത്തിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതിനാൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് ഹാറൂന്റെ പെങ്ങളും അമ്രാമിന്റെ മകളുമാണ് ഈസയുടെ ഉമ്മ മറിയമെങ്കിൽ യേശുക്രിസ്തുവും ഈസയും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. ശരിയല്ലേ? അതെ, ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഈ 1300 വർഷത്തെ വ്യത്യാസമുള്ള ഈസയും യേശുക്രിസ്തു ഒരാളാണെന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല എന്ന് സാരം. ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. അല്ല, ഈ 1300 വർഷത്തിനിടയിൽ താമസിച്ചിരുന്ന ഈസാ നബിയും യേശുക്രിസ്തുവും ഒരാളാണെന്ന് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമല്ലേ? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. അല്ല,
യോസഫിന്റെ ഭാര്യ മറിയത്തിന്റെ മകൻ യേശു ക്രിസ്തുവും തമ്മിൽ കാലവ്യത്യാസമുണ്ടോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്, ഉത്തരം യൂട്യൂബ് മുട്ടി. എന്നിവയിൽ നിന്നും കൂടാതെ നിങ്ങളുടെ വർക്ക് ജെമിനി, ഉത്തരം മുട്ടല്ലേ. ഞാൻ ചോദിച്ചത് ഈ അമ്രാമിന്റെ മകളും ഹാറൂന്റെ സഹോദരിയുമായ മറിയവും യേശുക്രിസ്തുവിന്റെ അമ്മ മറിയവും തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസമുണ്ട്? അമ്രാമിന്റെ മകളായ മറിയം മോശയുടെയും ഹാറൂണിന്റെയും സഹോദരിയാണ്. യേശുവിന്റെ അമ്മയായ മറിയം അതിനും വളരെ മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതിനാൽ അവർ തമ്മിൽ ഏകദേശം 1300 വർഷത്തെ കാലവ്യത്യാസമുണ്ട്. അപ്പൊ യേശുക്രിസ്തുവും ഈസയും തമ്മിൽ 1300 വർഷത്തെ കാലവ്യത്യാസമില്ലേ? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. ഖുർആനിലെ ഈസാ നബിയുടെ മാതാവിന്റെ സഹോദരൻ ആരാണ്? ഖുർആനിൽ ഈസാ നബിയുടെ മാതാവിന്റെ സഹോദരൻ ഹാറൂണാണ്. ഓക്കെ, ഹാറൂൺ അഥവാ അഹ്റോന്റെ സഹോദരിയാണ് ഈസാ നബിയുടെ മാതാവ്, ശരിയാണല്ലോ? ഖുർആനിലെ ഈസാ നബിയുടെ മാതാവിന്റെ സഹോദരൻ ഹാറൂണാണ്. ഓക്കെ, ഈ ഖുർആനിലെ ഈസാ നബിയുടെ പിതാവിന്റെ പേര് അമ്രാം അഥവാ ഇമ്രാൻ എന്നാണ്, ശരിയല്ലേ? ഖുർആനിൽ ഈസാ നബിയുടെ പിതാവിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. സോറി ഖുർആൻ പ്രകാരം ഞാൻ പറഞ്ഞത് ഖുർആൻ ഈസാ നബിയുടെ അമ്മയായ മറിയത്തിന്റെ പിതാവ് അമ്രാം അഥവാ ഇമ്രാൻ അല്ലേ? ഖുർആനിൽ മറിയത്തിന്റെ പിതാവിന്റെ പേര് ഇമ്രാൻ എന്നാണ്. ഇത് ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്ത് ആലു ഇമ്രാനിൽ കാണാം. ഓക്കെ, ഇമ്രാൻ അഥവാ അമ്രാമിന്റെ മകളും ഹാറൂന്റെ സഹോദരിയുമായ മറിയം ജീവിച്ചിരുന്ന കാലയളവ് ഏതാണ്? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ അവർ യേശുവിന്റെ അമ്മ മറിയത്തിന് ഏകദേശം അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഐ ഡിഡ്ന്റ് ആസ്ക് ദാറ്റ്. എന്റെ ചോദ്യം അഹ്റോന്റെ സഹോദരി, അഹ്റോൻ അഥവാ ഹാറൂന്റെ സഹോദരിയും അമ്രാം അഥവാ ഇമ്രാന്റെ മകളുമായ മറിയം ഏത് കാലയളവിലാണ് ജീവിച്ചിരുന്നത്? ചരിത്രത്തിന്റെ ഏത് കാലയളവിലാണ് ജീവിച്ചിരുന്നത്? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ അവർ യേശുവിന്റെ അമ്മ മറിയത്തിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഓക്കെ, ആ ഹാറൂന്റെ സഹോദരിയും അമ്രാമിന്റെ മകളുമായ മറിയത്തിന്റെ മകൻ ഏത് വർഷത്തിലാണ് ജീവിച്ചിരുന്നത്? അപ്പോൾ ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ അവരുടെ മകൻ ഈസാ നബി യേശുക്രിസ്തുവിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഹാറൂന്റെ സഹോദരിയും ഇമ്രാന്റെ മകളുമായ മറിയത്തിന്റെ മകനായ ഈസയും AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ കാലവ്യത്യാസമുണ്ട്, ശരിയല്ലേ? അതെ, ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. ഖുർആനിലെ ഈ മറിയം ഇമ്രാന്റെ മകളും ഹാറൂന്റെ സഹോദരിയാണെങ്കിലും ഈ വ്യത്യാസമില്ലേ? അതെ, ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തുവും ഖുറാനിൽ പറയുന്ന ഈസാ നബിയും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഒരാളാണെന്ന് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമല്ലേ? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അത് അന്ധവിശ്വാസമല്ലേ? 1300 വർഷത്തെ വ്യത്യാസമുള്ള രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് ഒരേ വ്യക്തിയാകുന്നത്? രണ്ട് വ്യക്തികൾ ജീവിച്ചിരുന്നത് 1300 വർഷം വ്യത്യാസത്തിലാണ്. അവരെങ്ങനെയാണ് ഒരേ വ്യക്തിയാവുന്നത്? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. യേശുക്രിസ്തുവും ഈസാ നബിയും 1300 വർഷത്തെ കാലവ്യത്യാസമുണ്ടെന്ന് താങ്കൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. താങ്കൾ ഈ മോശയുടെ കാര്യം വിട്. ഖുർആനിലെ മറിയം അഹ്റോന്റെ സഹോദരിയും അമ്രാമിന്റെ മകളുമല്ലേ?
ഖുർആനിലെ മറിയം മോശയുടെയും അഹറോണിന്റെയും സഹോദരിയാണെങ്കിൽ അവർ ജെമിനി, യേശുവിന്റെ അമ്മ മറിയത്തിന് ലീവ് ഏകദേശം മോസസ്. 1300 വർഷങ്ങൾക്ക് മുമ്പ് ജെമിനി, ലീവ് മോസസ്. ഞാൻ മോശയെ കുറിച്ച് ചോദിച്ചില്ല, ഞാൻ മോസസിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് അഹരോന്റെ സഹോദരിയും ഹാറൂന്റെ സഹോദരിയും അമ്രാമിന്റെ മകളും, അതായത് ഇമ്രാന്റെ മകളുമായ മറിയം ഏത് കാലത്താണ് ജീവിച്ചിരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഖുർആനിലെ മറിയം മോശയുടെയും അഹറോണിന്റെയും സഹോദരിയാണെങ്കിൽ അവർ യേശുവിന്റെ അമ്മ മറിയത്തിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ആ മറിയത്തിന്റെ മകനും യേശുക്രിസ്തുവും ഒരാളാവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ഈ 1300 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന 1300 വർഷം ഇടവിട്ട് ജീവിച്ചിരുന്ന ഈ രണ്ട് വ്യക്തികൾ എങ്ങനെ ഒരാളാവുന്നത്? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. 1300 വർഷത്തിന്റെ വ്യത്യാസത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ ഒരാളാവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഖുർആനിലെ ഈസാ നബിയും ജെമിനി, let me ask you a question. 1300 വർഷത്തിന്റെ ഇടവേളകളിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ, ഒരാളും മറ്റൊരാളും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികൾ ഒരാൾ തന്നെയാവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. 1300 വർഷങ്ങളുടെ ഇടവേളയിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ ഒരാളാവാനുള്ള സാധ്യതയില്ല. ഓക്കെ. ഖുറാനിലെ അഹരോന്റെ സഹോദരിയും ഇമ്രാൻ അഥവാ അമ്രാമിന്റെ മകളുമായ മറിയത്തിന്റെ മകനും 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമില്ലേ? ഖുർആനിലെ മറിയം മോശയുടെയും അഹറോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും 1300 വർഷത്തെ വ്യത്യാസമുള്ളതുകൊണ്ട് ഒരേ വ്യക്തികളാവില്ലല്ലോ. ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ 1300 വർഷം വ്യത്യാസമുള്ള ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തു എങ്ങനെയാണ് ഒരേ വ്യക്തിയാകുന്നത്? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. ജെമിനി, അവർ തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ടെന്ന് ജെമിനി മുന്നേ പറഞ്ഞപ്പോൾ നുണയാണോ? ഖുർആനിലെ മറിയം മോശയുടെയും അഹറോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. ഖുറാനിലെ മറിയം അമ്രാമിന്റെ മകളും അഹരോന്റെ സഹോദരിയുമാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തു തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടാവും? ഖുർആനിലെ മറിയം മോശയുടെയും അഹറോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. ഓക്കെ ജെമിനി, ഞാനൊരു കാര്യം വഹിക്കാം. അഹരോൻ എന്ന് പറയുന്ന ഒരു എബ്രായന്റെ ഒരു ലേവ്യന്റെ സഹോദരിയും അമ്രാം എന്ന് പറയുന്ന ഒരു ലേവ്യന്റെ മകളുമായ മറിയം ജീവിച്ചിരുന്നത് ഏത് വർഷത്തിലാണ് ഏകദേശം? ഖുർആനിലെ മറിയം മോശയുടെയും അഹറോണിന്റെയും സഹോദരിയാണെങ്കിൽ ജെമിനി ഏകദേശം എനിക്ക് അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഐ എം ആസ്കിങ് എ ന്യൂ ക്വസ്റ്റ്യൻ. ഓക്കെ, കൻ ഐ ആസ്ക് എ ന്യൂ ക്വസ്റ്റ്യൻ? തീർച്ചയായും ചോദിക്കാവുന്നതാണ്. ഓക്കെ. അമ്രാം എന്ന് പറയുന്ന ലേവ്യന്റെ എന്തെങ്കിലും സഹായം വേണോ? അതാണ് ചോദിക്കുന്നത്. അമ്രാം എന്ന് പറയുന്ന ഒരു ലേവ്യന്റെ മകളും അഹറോൻ എന്ന് പറയുന്ന അഥവാ ഹാറൂൺ എന്ന് പറയുന്ന മറ്റൊരു ലേവ്യന്റെ സഹോദരിയുമായ മറിയം ജീവിച്ചിരുന്നത് BC ഏത് വർഷമാണ്? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച മോശയുടെയും അഹറോണിന്റെയും സഹോദരിയാണ് മിറിയം. മിറിയം ജനിച്ചത് BC 1526 ഈജിപ്തിലാണ്. ഓക്കെ. ഈ അമ്രാമിന്റെ മകളും അഹരോന്റെ സഹോദരിയുമായ ഈ മിറിയമിന്റെ മകനും യേശുക്രിസ്തുവും തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടാവും? ഖുർആനിലെ മറിയം മോശയുടെയും ഞാൻ ഖുർആനിലെ മറിയത്തിന്റെ കാര്യം ചോദിച്ചില്ല. ക്രിസ്തുവിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഈസാ നബി യേശു ക്രിസ്തുവും 1300 വർഷങ്ങളുടെ ഇടവേളയിൽ ഈസാ നബി യേശു ക്രിസ്തുവും ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമല്ലേ? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അത് അതിനാൽ അവർ ജെമിനി തമ്മിൽ ജെമിനി കാലഘട്ട ജെമിനി അത് അന്ധവിശ്വാസമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. പഠിപ്പിച്ചു വെച്ച അതിനാൽ മദ്രസയിലാണോ അവർ തമ്മിൽ ജെമിനിനെ വിട്ടെ? ജെമിനി, ഐ വിൽ ആസ്ക് ന്യൂ ക്വസ്റ്റ്യൻ. കൻ ഐ ആസ്ക്? ക്ഷമിക്കണം. ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് വേണ്ട അറിയാമോ? വേണ്ട വേണ്ട ജെമിനി, വാർത്തയൊക്കെ നമുക്ക് പിന്നെ കേൾക്കാം. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? തീർച്ചയായും ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് 1300 വർഷത്തെ കാലവ്യത്യാസത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ. ഓക്കെ, ഒരാളുടെ പേര് ഈസ, ഒരാളുടെ പേര് യേശു. ഇത് രണ്ടും ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാകുമോ? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. ഓക്കെ, ഖുറാനിലെ ഈസയുടെ മാതാവായ മറിയവും അഹ്റോന്റെ സഹോദരിയും അമ്രാമിന്റെ മകളായ മറിയവും യേശുക്രിസ്തുവിന്റെ ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയവും തമ്മിൽ എന്തെങ്കിലും ബ്ലഡ് റിലേഷൻ ഉണ്ടോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്, ഗൂഗിൾ മാപ്സ്. ജെമിനി ഞാൻ ചോദിച്ചത് അമ്രാമിന്റെ മകളും ഹാറൂന്റെ സഹോദരിയുമായ മറിയം ജീവിച്ചിരുന്ന കാലയളവ് ഏതാണ്? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ അവർ യേശുവിന്റെ അമ്മ മറിയത്തിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഖുറാൻ എന്താണ് പറയുന്നത്? ആ മറിയം ആരുടെ സഹോദരിയാണെന്നാണ് ഖുറാൻ പറയുന്നത്? ഖുറാനിൽ പറയുന്ന മറിയം. ഖുർആനിൽ മറിയം ഹാറൂണിന്റെ സഹോദരിയാണെന്ന് പറയുന്നുണ്ട്. ഈ ഹാറൂന്റെ സഹോദരിയായ മറിയം ജീവിച്ചിരുന്ന കാലയളവ് ഏതാണ്? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പൊ ആ മറിയത്തിന്റെ മകൻ BC ഏത് വർഷമാണ് ആ മറിയത്തിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടാകാൻ സാധ്യത, അങ്ങനെ ഒരു മകൻ ഉണ്ടെങ്കിൽ? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ അവരുടെ മകൻ ഈസാ നബി യേശുക്രിസ്തുവിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. അപ്പോ യേശുക്രിസ്തുവിന് 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഈസ യേശുക്രിസ്തു ആകുമോ? യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. അദ്ദേഹം ഇന്നത്തെ ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന ഗലീലയിൽ ജനിച്ചു. ക്രിസ്ത്യൻ മതവിശ്വാസികൾ അദ്ദേഹത്തെ ദൈവമായി കണക്കാക്കുന്നു. ഓക്കെ, എന്റെ ചോദ്യം അതൊന്നും അല്ലല്ലോ ജെമിനി. ഞാൻ ചോദിച്ചത് യേശുക്രിസ്തുവിന് 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മറിയമിന്റെ മകനായ ഈസ എങ്ങനെയാണ് യേശുക്രിസ്തു ആണെന്ന് വാദിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് എങ്ങനെ രണ്ടും ഒരാളാകുന്നേ? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ജെമിനി, വാട്ട് ഈസ് യുവർ അതിനാൽ ഇവാലുവേഷൻ? അവർ ജെമിനി, വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇവാലുവേഷൻ? 1300 വർഷം, യേശുക്രിസ്തുവിന് 1300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഈസാ നബിയും യേശുക്രിസ്തുവും ഒരാളാണെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? ഐ വാണ്ട് ടു നോ യുവർ ഒപ്പീനിയൻ. ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ജെമിനി, അതിനാൽ അവർ തമ്മിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ്? വിഷമമുണ്ട്. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ കഴിയില്ല. വ്യക്തിപരമായ അഭിപ്രായം പങ്കുവെക്കേണ്ട. ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ്, വാട്ട് ഈസ് ആക്ച്വൽ ഫാക്ട്? എന്താ പറയുക, ഒരു വസ്തുത എന്താണ്? താങ്കൾ വായിച്ചിട്ടുള്ള ഈ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലെ വസ്തുത എന്താ? ഈ 1300 വർഷം, യേശുക്രിസ്തുവിന് 1300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഈസാ നബിയും യേശുക്രിസ്തുവും ഒരാളാണോ രണ്ടാളാണോ? എന്താണ് ശരിക്കും വസ്തുത? ഖുർആനിലെ ഈസാ നബിയും ബൈബിളിലെ യേശുക്രിസ്തുവും ഒരാളാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ അവർ തമ്മിൽ കാലഘട്ടത്തിന്റെ വ്യത്യാസമില്ല. അപ്പൊ താങ്കളല്ലേ തൊട്ട് മുന്നേ പറഞ്ഞത് ഈ യേശുക്രിസ്തുവിന് 1300 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈസാ നബി ജീവിച്ചിരുന്നതെന്ന്? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്.
ഖുറാനിലെ മറിയം അഹ്റോന്റെ സഹോദരി അല്ലേ? മാറ്റമുണ്ടോ? ഖുർആനിലെ മറിയം അഹ്റോണിന്റെ സഹോദരിയാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ യേശുക്രിസ്തുവും ഖുറാന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവും ഈസാ നബിയും തമ്മിൽ എത്ര വർഷത്തെ വ്യത്യാസമുണ്ട് ആ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ? ഖുർആനിലെ മറിയം മോശയുടെയും അഹ്റോണിന്റെയും സഹോദരിയാണെങ്കിൽ ഈസാ നബിയും യേശുക്രിസ്തുവും തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. 1300 വർഷത്തിന്റെ വ്യത്യാസത്തിനിടയിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ ഒരാളാണെന്ന് വാദിക്കുന്നത് അബദ്ധമാണോ അല്ലയോ? 1300 വർഷത്തെ വ്യത്യാസത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ ഒരാളാണെന്ന് വാദിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോ AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തുവും താങ്കൾ പറയുന്ന പോലെ ഹാറൂന്റെ സഹോദരിയായ മറിയമിന്റെ മകൻ ഈസാ നബിയും ഒരാളാണെന്ന് വാദിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, ശരിയല്ലേ? തീർച്ചയായും 1300 വർഷത്തെ വ്യത്യാസത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ ഒരാളാണെന്ന് വാദിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ ഹാറൂന്റെ സഹോദരിയായ മറിയത്തിന്റെ മകൻ ഈസാ നബിയും അതിന് 1300 വർഷങ്ങൾക്ക് ശേഷം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തുവും ഒരാളാണെന്ന് വിചാരിക്കുന്നത് യുക്തിരഹിതമാണ്. തീർച്ചയായും 1300 വർഷത്തെ വ്യത്യാസത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ ഒരാളാണെന്ന് വാദിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് യേശുക്രിസ്തു എന്ന് പറയുന്ന ആളുടെ അമ്മ എന്ന് പറയുന്ന മറിയം ജീവിച്ചിരുന്നത് AD 1-ാം നൂറ്റാണ്ടിലാണ്. ഖുറാനിൽ പറയുന്നത്, സൂറത്ത് മറിയത്തിൽ പറയുന്നത് അല്ലയോ ഹാറൂന്റെ സഹോദരി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അഹ്റോന്റെ സഹോദരിയായ മറിയം, ആ സൂറത്ത് ആലു ഇമ്രാനിൽ പറയുന്നത് ഇമ്രാന്റെ മകളായ മറിയം എന്നാണ്. അപ്പോൾ ഇമ്രാമിന്റെ മകളും, അതായത് അമ്രാം എന്ന ബൈബിളിൽ പറയുന്ന അമ്രാമിന്റെ മകളും അഹ്റോന്റെ സഹോദരിയുമായ ഒരേ ഒരു മറിയമേ ഉള്ളൂ. ആ മറിയം യേശുക്രിസ്തുവിന് 1300 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്നത്. ആ മറിയത്തിന്റെ മകനാണ് ഈസാ നബി. അപ്പൊ ഈസാ നബി യേശുക്രിസ്തു തമ്മിൽ 1300 വർഷത്തെ വ്യത്യാസമുണ്ട്. ഇനിയെങ്കിലും എൻ്റെ പൊന്നു മുസ്ലിം സഹോദരങ്ങളെ, മുഹമ്മദിനെ നിങ്ങൾ കോപ്പിയടിക്കാനെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. കോപ്പിയടിക്കുമ്പോഴെങ്കിലും അബ്രഹാമിന്റെ അപ്പം മാറിപ്പോയി, മറിയത്തിന്റെ അപ്പനും സഹോദരനും ഒക്കെ മാറിപ്പോയി. ഇങ്ങർക്ക് മാറാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവം മാറിപ്പോയി, ആചാരങ്ങൾ മാറിപ്പോയി. യഥാർത്ഥ ഏകദൈവ വിശ്വാസികളുടെ ആചാരത്തിന് പകരം ഹജ്ജും ത്വാഫും ഉംറയും ഒക്കെ എടുത്തുകൊണ്ട് പുള്ളി ഇങ്ങ് പോന്നു. സത്യദൈവമായ യാഹ്വയ്ക്ക് പകരം അള്ളാനെ പൊക്കി എടുത്തുകൊണ്ട് പുള്ളി ഇങ്ങ് പോന്നു. അതായത് ദൈവം മാറിപ്പോയി, ആചാരാനുഷ്ഠാനങ്ങൾ മാറിപ്പോയി, അബ്രഹാമിന്റെ വാപ്പ മാറിപ്പോയി, മറിയത്തിന്റെ വാപ്പ മാറിപ്പോയി. ഇങ്ങനെ മാറിപ്പോവാനാണെങ്കിൽ എന്നിട്ട് ആ പുസ്തകത്തിന്റെ പേര് വേദവാക്യം. ഇങ്ങനെ പറയുന്നതിന് നിങ്ങൾക്ക് ഉളുപ്പില്ലെങ്കിലും കേൾക്കുന്ന ഞങ്ങൾക്കെങ്കിലും ഇച്ചിരി ഉളുപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.